ബി.ജെ.പി. പ്രതിനിധി അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭനിലേക്കാണ്. ശ്രീ വി.പി. ശ്രീപത്മനാഭൻ, ഇപ്പോൾ നോക്കൂ, അതീവ ഗുരുതരമായ മറ്റൊരു പരാതി കൂടി പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറയുമായി സംസാരിച്ചപ്പോൾ ചില കേസുകളുടെ കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. നിരവധി പരാതികൾ, ഈ നേതൃത്വത്തിന് തന്നെ 15ഓളം പരാതികൾ പല ഘട്ടങ്ങളിലായി ഈ പെൺകുട്ടികൾ നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന വിവരം. അതിൽ പോക്സോ കേസുണ്ട്. ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതടക്കമുള്ള കേസ് കളമശ്ശേരിയിൽ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു പോക്സോ കേസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് കേസൊന്നും ആയില്ല. അത് ചില സെറ്റിൽമെൻറ്റ് നടത്തി അത്തരത്തിൽ അതിൽ നിന്ന് ഊരിപ്പോരുകയായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ വെള്ളായണിയിൽ ഒരു കേസുണ്ട്. ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത ചില സംഭവങ്ങളാണ്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും സ്ഥിരീകരണമില്ലല്ലോ. ഇത് നേതൃത്വത്തിന് ലഭിച്ച ചില പരാതികളാണ്. അതിൽ ചില സെറ്റിൽമെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ അതിജീവിതമാർക്ക് ഇത് പുറത്തു പറയാൻ ഭയം ഉണ്ടായിരിക്കണം. ഇന്ന് രണ്ടാമത് പരാതി നൽകിയ ഈ പെൺകുട്ടി പോലും പറയുന്നത്, എനിക്ക് ഭയമാണ്, രാഷ്ട്രീയ ഗുണ്ടകൾ എന്നെ അപായപ്പെടുത്തുമോ എന്നുള്ള ഭയം പോലും നിഴലിക്കുകയാണ്. സൈബർ അറ്റാക്കിൽ എൻ്റെ വീട്ടുകാരുടെ സ്ഥിതി എന്താകുമെന്നോർത്ത് ഞാൻ ഭയചകിതയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ ഭയപ്പാടോടെ നിന്ന കുറേ പേരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന് ഇങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നത്? അല്ല, ഇതിനൊരു വിഷയം എന്താ അറിയാം, ഈ രണ്ട് കേസ് അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കേസുകൾ, ഇതിൻ്റെ ഒന്നും മെറിറ്റ്സിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. കാരണം അതൊക്കെ പോലീസും കോടതിയും തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ അങ്ങൊരു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് സത്യമാണെന്ന് കൂട്ടുക, വാദത്തിന് വേണ്ടി അങ്ങൊരു വാദം ശരിയാണ് എന്ന് കൂട്ടിയാൽ തന്നെ എത്ര അപകടകരമാണ്. കാരണം അങ്ങോട്ട് പറയുന്നത് ഈ പെൺകുട്ടിയും ഞാനും തമ്മിൽ പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണ് ഉണ്ടായതെന്ന്. നോക്കൂ, എത്ര ഒരു അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണത്. കാരണം ഇയാൾ ആരാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാളൊരു സാധാരണക്കാരനല്ല. ഇയാളൊരു പൊതുപ്രവർത്തകനാണ്. ഇയാൾ ഒരു പാർട്ടിയുടെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ, കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ, അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ആ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അതിലുപരി കഴിഞ്ഞ നവംബർ മാസം 20 ശേഷം കേരളത്തിലെ ജനങ്ങൾ അങ്ങോർക്കൊരു പുതിയ ഉത്തരവാദിത്വം കൂടി കൊടുത്തു. എന്താണ്? അങ്ങോരെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ MLA ആയി ജയിപ്പിച്ചു. അപ്പോൾ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു വലിയ പാർട്ടിയുടെ, പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, കഴിഞ്ഞ ഒരു വർഷമായി MLA ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പരസ്പര സമ്മതത്തോടാണ് എന്നുള്ള വാദം അംഗീകരിച്ചാൽ തന്നെ അത് എത്ര ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട പ്രശ്നം അതാണ്. ഇങ്ങനെയൊക്കെ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷ വന്നപ്പോൾ പോലും അങ്ങോട്ട് പറഞ്ഞത് ആ ബന്ധം അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയണ്ട, പലരുടെയും പേരിൽ കേസുണ്ട്. പക്ഷെ അവരൊക്കെ, ഞാൻ മനസ്സിലാക്കിയത്, അവരൊക്കെ അവരുടെ ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും നിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഇത് രാഷ്ട്രീയ പക പോക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടോ കെട്ടിച്ചമച്ച ആരോപണമാണ്, വ്യാജ ആരോപണമാണെന്നാണ് പറയാൻ തയ്യാറായത്. പക്ഷേ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ, അതൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, ഒരു MLA, അതിൻ്റെ ഒരു ഭാഗം സമ്മതിച്ചിരിക്കുകയാണ്. ആ ബന്ധമുണ്ട് എന്ന് സമ്മതിച്ചിരിക്കും, ബാക്കിയൊക്കെ അങ്ങോട്ട് നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് തന്നെ സമ്മതിച്ച പ്രകാരം ഒരു പൊതുപ്രവർത്തകന് അല്ലെങ്കിൽ ഒരു MLAക്ക് അങ്ങോട്ട് പാലിക്കേണ്ടതായ മര്യാദകൾ പാലിക്കാത്ത ഒരാളാണ് തെളിയിച്ചിരിക്കുക. ഇതാണ് കോൺഗ്രസ്സുകാരുടെ പ്രശ്നം. ഇതാണ് പ്രശ്നം. കോൺഗ്രസിൻ്റെ പ്രശ്നം ഇതാണ്. നിങ്ങൾ അതെന്തോ വലിയ തെറ്റല്ല എന്ന വാദമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണ്, അതുകൊണ്ട് ഇത് തെറ്റല്ല എന്ന വാദമാണ്. കാരണം കോടതി ഒരു പക്ഷേ അത് ചെലവാക്കിയേക്കാം. കാരണം നിയമത്തിന് അതിൻ്റേതായ സാങ്കേതികമായ ഒരുപാട് വശങ്ങളുണ്ട്. നിയമത്തിന് സാങ്കേതികമായ വശങ്ങളുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ധാർമ്മികത ഒന്നൊന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാരാ.
ആ ധാർമ്മികതയെപ്പറ്റി നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് MLA ആയ ഒരാളാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ പല സ്ഥലത്തു നിന്നും ശക്തമായ രീതിയിലുള്ള സംസാരമുണ്ട്. എന്താണ്? നിരവധി പരാതികൾ KPCCക്ക് കിട്ടിയിട്ടുണ്ട്, നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്ന്. അത് 15 എണ്ണാന്ന് ചിലർ പറയുന്നു, ചിലർ എണ്ണം പറയുന്നില്ല, പക്ഷെ നിരവധി എന്ന് പറയുന്നു. അത് 2-3 രീതിയിലുള്ള പരാതിയാന്ന് പറയുന്നു. പോക്സോ വകുപ്പ് അവിടെ വരാൻ സാധ്യതയുള്ള പരാതിയാന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ നാട്ടിൽ എത്ര ആളുകളുണ്ട്, അവർക്ക് അല്ലെങ്കിൽ എത്ര MLA-മാരുണ്ട്, എത്ര പൊതുപ്രവർത്തകരുണ്ട്? ഇവിടെ പരാതി വന്നിരിക്കുന്നത് വളരെ ചുരുക്കം ചില ആളുകളിലാണ്. അങ്ങനെ വന്നവരിൽ തന്നെ ആ വന്ന പരാതിയുടെ ഒരു ഭാഗം അംഗീകരിക്കാൻ തയ്യാറായ ഒരാളാണ് ഈ വ്യക്തി. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് അയാൾ തന്നെ ഇതിൻ്റെ ഒരു പരിധി വരെ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന, ആരോപണങ്ങളുടെ ഒരു പരിധി വരെ അംഗീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ധാർമ്മികമായി കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള മൂല്യച്യുതി, ഇപ്പം മൂല്യച്യുതി എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമെന്ന് പറയാം. പക്ഷെ നിങ്ങൾ നോക്കുക, അവരൊക്കെ നിഷേധിച്ചു. നാളെ കോടതിയിൽ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അവരൊക്കെ ഞങ്ങൾക്ക് എതിരുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണമെന്ന് അല്ലെങ്കിൽ മറ്റെന്ത് ഉദ്ദേശം വെച്ചുള്ള ആരോപണമെന്ന് പറയുമ്പോൾ ഇയാളത് പോലും ചെയ്യുന്നില്ല. അതുപോലും നിഷേധിക്കേണ്ട, അങ്ങനെയൊന്നും നിഷേധിക്കേണ്ട ആവശ്യമില്ല. അതിലിപ്പോൾ എന്താ തെറ്റ്? അങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പം എന്താ തെറ്റ്? അത് നിയമപ്രകാരം തെറ്റല്ലല്ലോ. അതൊന്നും നിയമപ്രകാരം തെറ്റല്ലല്ലോ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഹൂ കെയേഴ്സ്? ഈ ഹൂ കെയേഴ്സ് എന്ന വാക്ക് പറയാൻ ആരെങ്കിലും തൻ്റെ ഇടം കാണിച്ചോ? ഈ ആരോപണം വന്നപ്പോൾ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ എന്ന ഒരു തൻ്റെ ഇടം. അപ്പോൾ കോൺഗ്രസ് എവിടെ എത്തി? കോൺഗ്രസിൻ്റെ യുവജന നേതാക്കന്മാർ എവിടെ എത്തി? കാരണം അവരെ നിയന്ത്രിക്കാൻ ആളില്ല. മറ്റേതിപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിയിലാണെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് അത് നിഷേധിക്കാനെങ്കിലും പറയും. നിങ്ങൾ നിഷേധിക്ക്, എന്നിട്ട് കോടതിയോ വക്കീലിനെ കണ്ട് വേണ്ട പണിയെടുക്ക്. ഇത് നിഷേധിക്കാൻ പോലും തയ്യാറല്ല. ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കുന്നു, കോടതിയിൽ അതേ വാദം ഉന്നയിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗംഭീരമായ, അതായത് വളരെ അഗാധമായ മൂല്യച്യുതിയാണ് കാണിക്കുന്നത്. ഇത് അതിഗുരുതരമാണ്. ഇത് കേരളത്തിലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലാണ് നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ ഗൗരവം ഉൾക്കൊള്ളുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഏറ്റവും പരിതാപകരമായൊരു സ്ഥിതിയാണ് ശ്രീ VP ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാട്ടിയത്.